നമസ്കാരം. SIT അന്വേഷണത്തെക്കുറിച്ച് വ്യാപകമായ പരാതികളും ആരോപണങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഉയർന്നു വരുന്നത്. അടുത്ത മാസം റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ഇനിയും സമയമുണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ പലരെയും അറസ്റ്റ് ചെയ്യാതെയും ചോദ്യം ചെയ്യാതെയും ഒക്കെ ഈ ഒരു വിഷയം നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ ഹൈക്കോടതി അടക്കം രൂക്ഷ വിമർശനമാണ് SITക്കെതിരെ ഉന്നയിച്ചത്. KP ശങ്കരദാസിനെയും ഹരികുമാറിനെയും ഒന്നും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്താണ് SIT കാണിക്കുന്നത്, അല്ലെങ്കിൽ SIT കളിക്കുന്നത് എന്നുള്ള ചോദ്യം. SITയെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നു, പോലീസ് അസോസിയേഷൻ വഴിയുള്ള നിയന്ത്രണമാണ് എന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം DNA ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഗോവർദ്ധൻ എന്ന സ്വർണ്ണ വ്യാപാരിയുടെ മൊഴി പലരിലേക്കും എത്തുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് പലരും, ദേവസ്വം ബോർഡ് അംഗങ്ങളും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പല വേലകളും കളിച്ചോ എന്നതിലേക്കാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ജാമ്യ ഹർജിയിൽ തെളിവ് സഹിതം പലതും വെളിപ്പെടുത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ നിന്ന് 497.57 ഗ്രാം സ്വർണം വില കൊടുത്തു വാങ്ങിയതായിട്ടാണ് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ ഇപ്പോൾ ജാമ്യ ഹർജിയിൽ കൃത്യമായ തെളിവുകൾ സഹിതം, അതിന്റെ രേഖകൾ സഹിതം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് ഈ സ്വർണം ദ്വാരപാലക ശില്പ പാളികളിൽ നിന്ന് വേർതിരിച്ചതാണ് എന്ന വിവരം മനസ്സിലാക്കി അതോടെ അന്നത്തെ സ്വർണ്ണവില കണക്കാക്കി ഗ്രാമിന് 3120 രൂപ കണക്കാക്കി 1,49,07,228 രൂപ പല തവണകളായി ദേവസ്വം ബോർഡിന് നൽകി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദേവസ്വം ബോർഡിൽ നൽകി എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകി എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെയൊക്കെ പണം കണ്ടുകൊണ്ടാണ് സ്പോൺസറായിട്ട് അവതരിച്ച് പലരുടെയും മുന്നിൽ പല വേഷങ്ങൾ കെട്ടി പല നൃത്തങ്ങളും നാടകങ്ങളും ആടിയത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിൽ 9.95 ലക്ഷം രൂപ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ 5 DD ആയിട്ടാണ് കൈമാറിയത്. ബാക്കി 4 ലക്ഷത്തിലധികം രൂപയിൽ 2.5 ലക്ഷം രൂപ വില വരുന്ന സ്വർണം മാലയായി മാളികപ്പുറത്തമ്മയ്ക്ക് സമർപ്പിച്ചു. ശേഷിച്ച പണം ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ദേവസ്വം ബോർഡിന് വേണ്ടി ഈ പണമൊക്കെ വാങ്ങാൻ? അദ്ദേഹം ദേവസ്വം സ്റ്റാഫല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനല്ല, ദേവസ്വം നിയമിച്ച വ്യക്തിയല്ല, ദേവസ്വം ബോർഡ് അംഗമല്ല, കമ്മീഷണറല്ല, ആരുമല്ല. ഇയാളിവിടെ 2007 കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന വെറും ഒരു പൂജാരി മാത്രമാണ്. ഇദ്ദേഹത്തിന് കൈവശം എന്തിനാണ് ഈ സ്വർണം കൊടുത്തത് എന്ന് ഗോവർദ്ധനോട് ഇനി ചോദിക്കുമായിരിക്കും കോടതി. അതുപോലെ ഇതിന്റെ ചിത്രങ്ങളും ജാമ്യ ഹർജിയോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഭഗവാന്റെ സ്വർണം അറിയാതെ വാങ്ങിയത് മൂലം താൻ അനുഭവിച്ച മാനസിക ഭാരം കുറയ്ക്കാൻ എന്തു ചെയ്യണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിച്ചപ്പോൾ അന്നദാനമാണ് ഉത്തമം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം നിർദ്ദേശിച്ചതിനാൽ 10 ലക്ഷം രൂപ ദേവസ്വത്തിന് നൽകിയതായും ജാമ്യ ഹർജിയിലുണ്ട്. അയ്യപ്പ ഭക്തനായ താൻ ശ്രീകോവിലിലെ പുതിയ പാളികൾ സ്വർണം പൂശി സമർപ്പിക്കുക മാത്രമല്ല 1 കോടിയിലധികം രൂപ ദേവസ്വത്തിന് പല ഇനത്തിൽ നൽകിയിട്ടുണ്ട്. വില നൽകി വാങ്ങിയ സ്വർണം ഭീഷണിപ്പെടുത്തി SIT കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നൊക്കെ ഗോവർദ്ധൻ പറയുന്നു. ഈ ഗോവർദ്ധന്റെ മൊഴികളൊക്കെ തന്നെ, മൊഴിയുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ആളുകൾക്കും ഇപ്പോൾ അറസ്റ്റിലായവർക്കും പുറത്ത് നിൽക്കുന്നവർക്കും ഒക്കെ തന്നെ ഈ ഒരു ഇടപാടിൽ വ്യക്തമായ ലാഭം കിട്ടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ലാഭം കിട്ടിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല. ഇതിൽ കടകംപള്ളി സുരേന്ദ്രന് വരുമോ? കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് SIT ചോദ്യം ചെയ്യുന്നില്ല? കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തേക്കും എന്നുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത മാസം ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് SITക്ക്. ആദ്യം സമയം 4-ാം തീയതി, പിന്നെ അത് 10-ാം തീയതിക്ക് മാറ്റിക്കൊടുത്തു എന്നാണ് അറിവ്. ഡേറ്റുകൾ വ്യത്യാസമുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം ആ രീതിയിൽ അടുത്ത മാസം ജനുവരി മാസം തന്നെ ആദ്യം തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി SITക്ക് നൽകിയിരിക്കുന്നത്. അതിനു മുൻപ് വ്യക്തമായി ഈ അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനെ കടകംപള്ളി സുരേന്ദ്രനെയും KP ശങ്കരദാസിനെയും ഹരികുമാറിനെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ മറ്റു പല ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ചില CPM നേതാക്കളുണ്ട്, അവരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അന്വേഷണം കൃത്യമായി പോകും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഇപ്പോൾ മങ്ങലേറ്റിരിക്കുന്നു. ഗോവർദ്ധൻ പറഞ്ഞ ജാമ്യ ഹർജിയിൽ പറഞ്ഞതും ഗോവർദ്ധൻ കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ദേവസ്വം ബോർഡിലെ എല്ലാ വ്യക്തികളും ഇതിൽ കുറ്റാരോപിതരാണ്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിൽ വ്യക്തമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇതിന്റെ കൃത്യമായ അപ്ഡേഷനുകളും ഇതിന്റെ കൃത്യമായ മറ്റ് വാർത്തകളും അനുബന്ധ വാർത്തകളും ഒക്കെ തന്നെ DNA ന്യൂസ് വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും.